നമ്മൾ വന്നിരിക്കുന്നത് വാഗമണ്ണിനടുത്തുള്ളൊരു സ്ഥലം. അതായത് വാഗമൺ എക്സാക്റ്റ് നമ്മൾ കാഞ്ഞാറിൽ നിന്ന് കയറി വരുമ്പോൾ കാഞ്ഞാറിൽ നിന്നും വാഗമണിലേക്കുള്ള വഴി ഏകദേശം ഒരു 10-15 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഒരു എസ്വളമുണ്ട്. അതിൻ്റെ അടുത്തുള്ള ഒരു ഹിൽ സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഇവിടെ ഒരു ക്ലിഫുണ്ട്. ഇതിൻ്റെ ക്ലിഫിനടുത്തായിട്ടാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഏകദേശം 7 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. 7 മണിയൊക്കെ ആയപ്പോൾ വന്നപ്പോൾ നല്ല ഇരുട്ടാണ്. അതിനോടൊപ്പം തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, മഞ്ഞ് ഇപ്പോഴും ഉണ്ട്. ആകാശമൊന്നും ക്ലിയറായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. ഞാൻ നല്ലൊരു തെളിഞ്ഞ ആകാശമൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഫുള്ള് മഞ്ഞാണ്. താഴെ ഈരാറ്റുപേട്ട സിറ്റിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, പക്ഷേ ക്യാമറയിലൊന്നും കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. അതിനോടൊപ്പം തന്നെ ഈ മഞ്ഞ് നിറഞ്ഞ ഒരു അന്തരീക്ഷം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ശരിക്കും എന്താ പറയുക, എക്സ്പീരിയൻസ് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആകാശം അല്ലെങ്കിൽ മഞ്ഞിങ്ങ് തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ മഞ്ഞങ്ങ് മാറി സിറ്റിയിൽ നമ്മൾ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. എന്തായാലും നമ്മളിവിടെ ഇന്ന് രാത്രി സ്റ്റേ ചെയ്ത് നാളെ രാവിലെ പോകാനുള്ളൊരു പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു. നമ്മൾ ഏകദേശം നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റിലൊക്കെ പണിപ്പെട്ട് ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പോൾ കിടന്നുറങ്ങി നാളെ രാവിലെ എണീക്കുമ്പോൾ സൺറൈസ് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. മഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നാളെ രാവിലെ നോക്കാം നമുക്ക്. രാവിലെ ഏകദേശം നമ്മൾ 5:30 ആയപ്പോഴത്തേക്ക് എണീറ്റു. 5:30 ആയപ്പോഴത്തേക്കും ജസ്റ്റ് കണ്ണുറന്ന് നോക്കി. 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഞ്ഞും കാറ്റുമാണ്. പുറത്ത് സൺറൈസ് കാണാൻ പറ്റുന്ന ഒരു രീതി ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ നല്ല തണുപ്പായ കാരണം വീണ്ടും കിടന്നുറങ്ങി. പിന്നെ എണീറ്റപ്പോൾ ഏകദേശം 10 മണിയായി. ഇപ്പോൾ 10 മണി കഴിഞ്ഞ സമയം. ഈ സമയത്തെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ ടെൻ്റ് അടിച്ചേക്കുന്നതിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇപ്പോൾ ഇതുള്ളത്. ഞാൻ ടെൻ്റ് അടിച്ചേക്കുന്ന അവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് ഭാഗമാണ് കാണുന്നത്. ഇത് നമ്മൾ കയറി വരുന്ന വഴി, വാഗമണിലേക്ക് കയറി വരുന്ന വഴിയാണത്. ഇതാണ് നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ ഉണ്ടായിരുന്ന ആ വ്യൂ. താഴെ കാണുന്നത് ഈരാറ്റുപേട്ട സിറ്റിയാണെന്നാണ്. ഇതാണ് മറ്റൊരു വ്യൂ. നല്ലൊരു കൊക്കയുടെ മണ്ടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരെ താഴത്തേക്ക് നോക്കിയാൽ കാണാം അങ്ങ് അറ്റത്തൊരു വെള്ളച്ചാട്ടം. പൊളി വ്യൂ ആണ്. നല്ല കാറ്റ്. ഇവിടെയൊക്കെ തന്നെ എത്ര നേരെ ഇരുന്നാലും നമ്മൾ മതി മറന്നെങ്കിൽ ഇരിക്കുകയുള്ളൂ. നമ്മൾ സമയം പോണ പോലും അറിയില്ല.
നമുക്ക് ഉദ്ദേശിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ നടന്നില്ല. അതായത് സൺറൈസ് കാണണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ രാവിലെയും നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ സൺറൈസ് കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സൺസെറ്റെങ്കിലും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ സൺസെറ്റിൻ്റെ സമയമായപ്പോഴത്തേക്കും ഫുള്ള് വീണ്ടും മഞ്ഞും കാറ്റുമായി. അതുകൊണ്ട് അതും കാണാൻ പറ്റിയില്ല. എന്തായാലും നമ്മളിപ്പോൾ തിരിച്ചിറങ്ങുന്ന വഴിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ കയറി വരുന്ന വഴി ഞാനൊന്ന് ചെറുതായി മറിഞ്ഞു വിടും, കാരണം ഇരുട്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഓഫ് റോഡിന് പറ്റിയ ടയറൊന്നും അല്ല എൻ്റെ വണ്ടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ വഴി ശരിക്കും കാണാനും പറ്റില്ല, ഏത് വഴിയാണ് കയറി പോകുന്നതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ചെറുതായിട്ടൊന്ന് വീഴുകയൊക്കെ ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ കയറി വന്ന അത്രയും പാടുണ്ടാകുമെന്ന് തോന്നുന്നില്ല എനിക്ക് ഇറങ്ങിപ്പോകുമ്പോൾ. ഇപ്പോൾ ചാനലിലെ വീഡിയോസൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായെങ്കിലും വീഡിയോസൊക്കെ ഇടാനായിട്ട് ഇപ്പോഴാണ് തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് ട്രാവൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജോലിയുടെ തിരക്കും സമയക്കുറവും മൂലം ഒന്നും അങ്ങോട്ട് പോകാനോ വീഡിയോസ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുക തന്നെ ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുത്തിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഭാഗത്തുനിന്നും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും സീ സൂൺ.